തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിത, ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് ചില സ്നേഹബന്ധങ്ങളിലാണ്. സൗഹൃദമായാലും പ്രണയമായാലും ദാമ്പത്യമായാലും വിവേകത്തോടു കൂടി നാം തിരഞ്ഞെടുക്കണം ആ ബന്ധങ്ങൾ. സ്വാർത്ഥതയോടെ രൂപപ്പെടുന്ന ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളഞ്ഞേക്കാം, ചിതറിച്ച് കളഞ്ഞേക്കാം. ജീവിതത്തിൽ നാം പഠിക്കേണ്ട പ്രഥമ പാഠങ്ങളിൽ ഒന്നാണത്. ഒരപ്പൻ മരണക്കിടക്കയില്ല. തൻ്റെ ഏകമകനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൂർവികരായി കൈമാറി കിട്ടിയ 200ഓളം വർഷം പഴക്കമുള്ള ഒരു പഴയ വാച്ചാണിത്. നിനക്കിത് ഞാൻ സമ്മാനമായിട്ട് തരുന്നു. പക്ഷേ അതിനു മുമ്പ് ഇതിൻ്റെ വില എന്താണെന്ന് നീ അറിഞ്ഞു വരണം. നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ആ ചായക്കടയ്ക്ക് ചെന്ന് ചോദിക്കുക, ഈ വാച്ചിന് എത്ര വിലയുണ്ടെന്ന്. മകൻ വാച്ചുമായി ചായക്കടയിൽ ചെന്നു ഉടമസ്ഥനോട് ചോദിച്ചു, ഇതിന് എത്ര വില കിട്ടുമെന്ന്. അയാൾ പറഞ്ഞു, ഇവിടെ ചായ മാത്രമേ കൊടുക്കാറുള്ളൂ, വാച്ചിന് പ്രാധാന്യമില്ല, അതും പഴയത്, ഇതിനൊരു വിലയുമില്ല, പോയിക്കൊള്ളുക. ആ മകൻ വാച്ചുമായി വന്നിട്ട് നടന്നത് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, തൊട്ടടുത്ത് ഒരു വാച്ച് കടയുണ്ട്, നീ അവിടെ ചെന്ന് ഈ വാച്ചിൻ്റെ വിലയൊന്ന് അന്വേഷിക്കുക. മകൻ അങ്ങനെ വാച്ച് കടയിൽ ചെന്ന് അവരോടും ചോദിച്ചു. ഇതാ 200 വർഷം പഴക്കമുള്ള ഒരു പഴയ വാച്ചാണ്, ഇതിനെന്ത് വില വരും? ഉടമസ്ഥൻ പറഞ്ഞു, ഇവിടെ പുതിയ വാച്ച് മാത്രമേ കൊടുക്കാറുള്ളൂ, ഇത് പഴയതാ, മൂല്യമില്ല. വേണമെങ്കിൽ ഒരു അലങ്കാരത്തിന് ചുമരിൽ തൂക്കിയിടാം, 100 രൂപ തരാം. മകൻ അതും വന്ന് അപ്പനോട് പറഞ്ഞു. 100 രൂപ അയാൾ തരാമെന്ന് പറഞ്ഞു. അപ്പം പറയുക, അവസാനമായിട്ട് നീ ഒരിടത്തു കൂടി പോകണം, നഗരത്തിലുള്ള ആ പഴയ മ്യൂസിയത്തിലേക്ക്, എന്നിട്ട് ഇതിൻ്റെ വില ചോദിക്കുക. മകൻ ആ പഴയ വാച്ചുമായി മ്യൂസിയത്തിൽ ചെന്ന് പറഞ്ഞു, 200ഓളം വർഷം പഴക്കമുള്ള ഒരു പഴയ വാച്ച, ഇതിനെന്ത് മൂല്യമുണ്ടാകും? മ്യൂസിയത്തിലെ ജോലിക്കാരൻ അതൊന്ന് പരിശോധിച്ചു. എന്നിട്ട് അത്ഭുതത്തോടെ പറഞ്ഞു, ഇതൊരുപാട് പഴമയുള്ളതാണ്, അത്രമാത്രം മൂല്യം ഇതിന് കൂടും. ഞാൻ നിനക്ക് 1,00,000 രൂപ തരാം, ഇത് ഞങ്ങൾക്ക് തരുമോ? ആ മകൻ സന്തോഷത്തോടെ അപ്പനെ കണ്ടിട്ട് പറഞ്ഞു, മ്യൂസിയത്തിലെ ജോലിക്കാരൻ പറഞ്ഞു ഇതിന് 1,00,000 മൂല്യമുണ്ടെന്ന്. അപ്പോൾ ആ പിതാവ് മകനോട് പറയുക, മകനെ, എല്ലാത്തിനും മൂല്യമുണ്ട്, പക്ഷെ അതിൻ്റെ മൂല്യം പുറത്തു വരുന്നത് അതറിയുന്നവരുടെ ചുറ്റുപാടിൽ മാത്രമാണ്. നിൻ്റെ ജീവിതത്തിൽ നീ പഠിക്കേണ്ട ഒരു പാഠമാണിത്. നിനക്ക് മൂല്യമോ പ്രാധാന്യമോ തരാത്തൊരു ചുറ്റുപാടിൽ ആത്മനിന്ദയോട് നീ ജീവിക്കരുത്. പ്രിയപ്പെട്ടവരുടെ നടുവിൽ മൂല്യത്തോടെ ജീവിക്കുക. ഒന്ന് ഓർത്തു നോക്കുക ആ ധൂർത്തപുത്രൻ്റെ ഉപമ. ആ മകൻ വീട് വിട്ട് പോയപ്പോൾ സൗദവലയങ്ങളുടെ നടുവിൽ അവൻ എന്തുമാത്രം മൂല്യം കിട്ടി. അവൻ്റെ സമ്പത്ത് കവർന്ന് ആസ്വദിക്കാനേ സുഹൃത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ ഏതോ യജമാനൻ്റെ ഭൃത്യനായിട്ട് ജീവിക്കുന്നു, അവിടെയും അവന് മൂല്യം കിട്ടുന്നില്ല. പന്നികളുടെ ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് സ്വന്തം മൂല്യബോധം അവന് ഉണർവയിലേക്ക് നയിച്ചത്.
സ്വന്തം പിതൃഭവനത്തിൽ ദാസന്മാർ എത്ര സുഭിക്ഷമായി ഭക്ഷിക്കുന്നുവെന്ന വെളിച്ചത്തിൽ അവൻ തിരികെ പോകുന്നു. പിതാവിൻ്റെ മകനായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചുറ്റുപാടിലേക്ക് മടങ്ങിപ്പോവുക, മൂല്യം തിരികെ എടുക്കുക. ഇന്നൊരുപാട് മനുഷ്യർ സഭയിൽ നിന്നും അകന്നുപോയി സഭയെ കുറ്റം വിധിക്കുന്നവരാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കാതെ ക്രിസ്തുവിൽ കുറ്റം കണ്ടെത്തുന്നവരാണ്. ഒന്ന് ഓർത്തു നോക്കുക, കാൽവരി കുരിശിൽ കിടക്കുന്ന അവനെ എല്ലാവരും പഴിചാരുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. അവരോടൊപ്പം നിൽക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, സഭയോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം. കാരണം എന്താ? എൻ്റെ ആത്മാവിന് മൂല്യമുണ്ടെന്ന് പറഞ്ഞ തമ്പുരാനാണ് ക്രിസ്തു. എൻ്റെ ആത്മാവിൻ്റെ മൂല്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചവനാണവൻ. അവനോടൊപ്പം നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നേടിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കും കഴിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.